ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ക്രീമി ആയിട്ടുള്ള ഒരു ടെൻഡർ കോക്കനട്ട് പുഡിംഗ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ടെൻഡർ കോക്കനട്ട് പൾപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടി ഞാനിവിടെ 10 ഗ്രാം ചൈന ഗ്രാസിൽ അത് മുങ്ങി നിൽക്കുന്ന അത്രത്തോളം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ ടെൻഡർ കോക്കനട്ട് പൾപ്പ് ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒരു വിസ്ക് കൊണ്ട് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ ഷുഗറൊക്കെ ആഡഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ഇതിൽ കുറച്ച് പാൽ ആഡഡ് ആവുന്നത് കൊണ്ട് മാത്രം നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ആക്കുന്നുണ്ട്. അതും നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. അധികം മധുരം വേണ്ടാത്തവർക്ക് ആ മിൽക്ക് മെയ്ഡ് ആഡ് ആക്കുന്നതും ഒഴിവാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാക്ക് പാൽ അല്ലെങ്കിൽ 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ആഡ് ആക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ആഡ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ഒഴിച്ച് വെച്ച പൾപ്പ് അതും ഈ പാലിലേക്ക് ആഡാക്കി കൊടുക്കാം. അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോഴേക്കും നമുക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ചൈന ഗ്രാസ് എടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്യണം. ലോ ഫ്ലെയിമിൽ വെച്ച് ജസ്റ്റ് ഒന്ന് നമ്മൾ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ചൈന ഗ്രാസ് നന്നായി മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ഫോമിലാണ് നമുക്ക് ചൈന ഗ്രാസ് എടുക്കേണ്ടത്. ഇനി ചൈന ഗ്രാസ് നേരത്തെ ഉണ്ടാക്കി വെച്ച് നമ്മുടെ മിക്സിയിൽ ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പുഡിംഗ് ട്രേ, ഏത് പുഡിംഗ് ട്രേ ആണോ നമുക്ക് സെർവ് ചെയ്യേണ്ടത്, അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഡെക്കറേഷൻ വേണമെങ്കിൽ കുറച്ച് നട്ട്സ് സൈഡിൽ ഇട്ട് കൊടുത്താൽ, അങ്ങനെ നിങ്ങളുടെ ഓപ്ഷനിൽ ഡെക്കറേഷൻ ഇത് ചെയ്യാം. ഞാനിവിടെ എല്ലായിടത്തും നമ്മുടെ നട്ട്സ് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം എല്ലായിടത്തും കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പുഡിംഗ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി ഒരു 6 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മൾ 6 മണിക്കൂർ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പുഡിംഗ് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ക്രീമി പുഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.